എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികളുടെ സംഘം വത്തിക്കാനിലേക്ക്. പൌരസ്ത്യ കാര്യാലയം അടക്കമുള്ള വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ രേഖാമൂലം പരാതി നൽകുമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ അറിയിച്ചു. അടിക്കടി സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നാളിതുവരെ സഭാവിരുദ്ധരെ പുറത്താക്കാൻ നടപടിയുമില്ല. ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പാക്കിയില്ലെങ്കിൽ വത്തിക്കാനിലെത്തി പ്രതിനിധികൾ പ്രാർത്ഥനാ ഉപവാസം ഉൾപ്പെടെ നടത്തുമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത നേതൃയോഗം ചൂണ്ടിക്കാട്ടി. സാമൂഹ്യ തിന്മകൾക്കെതിരെ മാർ തോമസ് ലീഹായുടെ പാരമ്പര്യമുള്ള മുഴുവൻ ക്രൈസ്തവ സഭകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും CNA തീരുമാനിച്ചു. കാലഹരണപ്പെട്ടതും സഭ നിരോധിച്ചതുമായ പ്രവർത്തനങ്ങൾ കുർബാന എന്ന പേരിൽ ബലിവേദിയിൽ അർപ്പിക്കുന്നത് കുറ്റകരമാണ്. അത് വിശ്വാസികൾക്കും സഭയ്ക്കും തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന സിനഡിലെ മറ്റു മെത്രാൻമാർ മൗനം പാലിക്കുന്നത് വിശ്വാസികളോടുള്ള വഞ്ചനയും ചതിയുമാണ്. ഇത് മാപ്പർഹിക്കാത്ത കുറ്റവും വീഴ്ചയുമാണ്. മാർ പാംബ്ലാനിയുടെ പ്രവർത്തനങ്ങൾ സഭാവിരുദ്ധമാണ് എന്ന് പറയുന്ന ബിഷപ്പുമാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ പരസ്യ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് വിശ്വാസികളിൽ ഏറെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി നേതൃയോഗം എടുത്തു പറഞ്ഞു. പിതാവ് മക്കളോടെന്ന പോലെ സഭാവിശ്വാസികളുടെ ഭവനമായ അരമനയിൽ സഭയെ സംബന്ധിക്കുന്ന വേദനകളും ആശങ്കകളും പങ്കുവയ്ക്കുവാൻ ചെന്നവരെ ന്യായമായ ആവശ്യങ്ങളുടെ മേൽ മുഖം തിരിക്കുകയും അവജ്ഞയോടെ പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് വിശ്വാസികളിൽ വലിയ വേദന സൃഷ്ടിച്ചിരിക്കുന്നതായി CNA ചൂണ്ടിക്കാട്ടി. പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അക്രമങ്ങളുടെ അറിയപ്പെടുന്ന നാടായ കണ്ണൂരുകാരനാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയും ഒഴിഞ്ഞുമാറാനും ഓടിയൊളിക്കാനുമാണ് മാർ പാംബ്ലാനി ശ്രമിച്ചതെന്ന അഭിപ്രായവും കാത്തലിക് നസ്രാണി അസോസിയേഷൻ കുറ്റപ്പെടുത്തി. അതിരൂപത നേതൃയോഗത്തിൽ CNA ചെയർമാൻ ഡോക്ടർ MB ജോർജ് അധ്യക്ഷത വഹിച്ചു. ജോസ് പാറേക്കാട്ടിൽ, പോൾസൺ കുടിയിരിപ്പിൽ, ഷൈബി പാപ്പച്ചൻ, ഷിജു സെബാസ്റ്റ്യൻ, NA സെബാസ്റ്റ്യൻ, MA ജോർജ്, ആന്റണി മേക്കാൻ തുരുത്തിൽ, ഡേവിസ് ചൂരമന, ബൈജു ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു.